അല്ല, ഞങ്ങൾ ഈ ബജറ്റിനെ തന്നെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 10 കൊല്ലം ഭരിച്ച ഒരു ഗവൺമെന്റ് ഇനി തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അകലെ നിൽക്കുകയാണ്. ഒരു മാസമില്ല, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ 2 ആഴ്ച കൊണ്ട് വരും എന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു സമയത്താണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. പണ്ട് മലയാള സിനിമയിൽ എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ പോലെ ഇതിനേക്കാൾ നല്ല പ്രഖ്യാപനം അവർക്ക് നടത്തായിരുന്നു, കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രഖ്യാപനം നടത്തായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. നോക്കൂ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത്രയേറെ തകർന്നു പോയൊരു കാലഘട്ടമുണ്ടോ? ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ ബജറ്റിൽ മലബാറിൽ സ്പെഷ്യൽ പാക്കേജ് +1 പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം പ്രഖ്യാപിച്ചാൽ മതി, പ്രഖ്യാപനങ്ങളാണല്ലോ അവസാന ബജറ്റിൽ ഉണ്ടാവുക. 9 കൊല്ലത്തെ ബജറ്റിലും ഇല്ലാത്ത ഒരു സവിശേഷതയും ഈ ബജറ്റിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ഇലക്ഷൻ പ്രൊപ്പഗണ്ടയുടെ ഒരു പ്രഖ്യാപനം മാത്രമാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചൊരു 5 വർഷക്കാലം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ 2 പുതിയ സർവകലാശാലകൾ ഉണ്ടായി. ഒന്ന് മലപ്പുറത്തൊരു മലയാളം സർവകലാശാല ഉണ്ടായി, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്തുണ്ടായി. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 10 വർഷക്കാലം പിണറായി ഭരിച്ചു, വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സർവകലാശാല ഉണ്ടായോ? ഉണ്ടായില്ല. ഈ സർക്കാരിനെ, ഈ പ്രഖ്യാപനങ്ങൾ നമ്മൾ വിശ്വസിക്കണോ, ഈ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കണോ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന കാലത്ത് 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ പ്രഖ്യാപിച്ചു. 36ഓളം കോളേജുകൾ പുതിയത് വന്നു, 36 പുതിയ കോളേജുകൾ വന്നു. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ്, ഒരു സിംഗിൾ കോളേജ് പ്രഖ്യാപിക്കാൻ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് സാധ്യമായിട്ടുണ്ടോ? ഗവൺമെന്റ് സാധ്യമായിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ പരിശോധിക്കുക. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ് തുടങ്ങാൻ ഇവർക്ക് സാധ്യമായിട്ടില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, എല്ലായിടത്തും മെഡിക്കൽ കോളേജുകൾ, മലപ്പുറത്ത്, വയനാട്, പാലക്കാട് ഒക്കെ പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുകയും കൊണ്ടുവരികയും ചെയ്തു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത്. 10 വർഷക്കാലമായി ഇവർ പഠിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അതിനുപേരിൽ വലിയ തർക്കങ്ങൾ നമുക്കിടയിലൊക്കെ ഉണ്ടാകുന്നതാണല്ലോ. ആ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സംവിധാനം കേരളത്തിൽ ഒന്ന് പുതിയത് ആരംഭിക്കാൻ ഈ ഗവൺമെന്റ് സാധ്യമായോ? സാധ്യമായിട്ടില്ല. പിന്നെ എന്താണ് ഇവർ ഈ പറയുന്ന 1 മുതൽ 12 വരെ വിദ്യാർത്ഥികളുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി? നിങ്ങൾ അറിയേണ്ടത്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിദ്യാർത്ഥികൾക്ക് സ്റ്റാമ്പ് കൊടുത്തിട്ട് പണം കളക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റായി ഗവൺമെന്റ്. ഉച്ചഭക്ഷണം കൊടുക്കാൻ PTA കമ്മിറ്റിയോട് റെസിപ്റ്റ് അടിച്ചിട്ട് നാട്ടിൽ പിരിച്ചിട്ട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. യൂണിഫോം സൗജന്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്തിനേറെ സ്കോളർഷിപ്പുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് NSS നമ്മുടെ സ്കോളർഷിപ്പുകൾ പെൻഡിംഗ് നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. USSന്റെയും LSSന്റെയും സ്കോളർഷിപ്പുകൾ പെൻഡിംഗ് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇപ്പൊ സർവകലാശാലകളിലൊക്കെ പുതിയൊരു രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവന്നു. ആ രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ ഡാറ്റകൾ മുഴുവൻ ഒരു സ്വകാര്യ കമ്പനിയോട് അതിന് രജിസ്ട്രേഷൻ ഏൽപ്പിക്കുകയും അതിനുവേണ്ടി പണം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ വിദ്യാർത്ഥികളെ പിഴിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റ് 1 മുതൽ 12 വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ കണ്ട പോലെ ചാനലുകൾ എഴുതി കാണിക്കുന്ന മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയോട് ഈ വിദ്യാർത്ഥികളെ ഡീലാക്കി അവരിന്ന് 10 രൂപ കമ്മീഷൻ അടിക്കാൻ പറ്റുമോ എന്നതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.